ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാൻ സവാള കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്, വറ്റൽമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് പിഴിഞ്ഞെടുക്കാൻ. ഇനി ജീരകവും കുരുമുളകും വറുത്ത് പൊടിച്ചത്, ആവശ്യത്തിന് വെള്ളം, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ ഇതിനകത്ത് ഞാനൊരു സാധനം ചേർക്കുന്നുണ്ട്, രസപ്പൊടിയാണ്. ഈ രസപ്പൊടി ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്, ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. പിന്നെ നമ്മൾ കായപ്പൊടി എടുത്തിട്ടുണ്ട്, രസത്തിൻ്റെ മെയിനാണല്ലോ കായപ്പൊടി. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലോണം പൊട്ടി വരട്ടെ. പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം മൂപ്പിക്കണം. മൂത്ത് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു കുത്തലൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതിനാണ് നമ്മൾ ആദ്യമേ അത് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതിലോട്ട് 2 വറ്റൽമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇത്രയും കൂടെ വേണം നമ്മൾ നല്ലോണം വഴറ്റിയെടുക്കാൻ. നമ്മളിത് നല്ലോണം വഴറ്റി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ മാറി ആ വറ്റൽമുളകൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ ആവും, നല്ല തിളച്ച എണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. നല്ലോണം ആയിട്ട് വേണം നമുക്കിതിലേക്ക് ബാക്കിയുള്ളത് ചേർക്കാൻ. ഇനി നമുക്കിതിലേക്ക് സവാള, ചെറുതായി കൊത്തിയരിഞ്ഞ സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നല്ലോണം വഴറ്റണം. വഴറ്റി ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് വഴറ്റണം. വഴറ്റി ഇത് ബ്രൗൺ കളർ ആയതിന് ശേഷമാണ് നമ്മളിനി ബാക്കിയുള്ള പൊടികൾ ചേർത്ത് നമ്മുടെ രസത്തിൻ്റെ കൂട്ടാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലോണം വഴറ്റാം. നല്ലോണം വഴറ്റി ആ രസത്തിൻ്റെ ആ ഒരു, നമ്മൾ കണ്ടിട്ടില്ലേ രസത്തിലൊക്കെ സവാള കിടക്കുന്നത്, സവാളയാണെന്ന് പോലും അറിയാതെ കിടക്കുന്ന രീതിയിലുള്ള ഈ രസം വെച്ച് വരുമ്പോൾ അങ്ങനെയാണ്, സവാളയാണെന്ന് ഇതറിയത്തില്ല. അതാണ് ഞാനിത് കൊത്തിയരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ, കാരണം ഞാൻ പുളി പിഴിയാൻ വെച്ചതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം ഇതെല്ലാം വഴറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ കളറ് മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പൊടിയെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. അതുവരെ നമുക്കിത് നല്ലോണം വഴറ്റി ആ ഒരു കളറ് മാറി വരുന്ന ടെക്സ്ചർ ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലോണം വഴണ്ട് ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടികളെല്ലാം നമ്മുടെ ആവശ്യത്തിന് വേണം ചേർക്കാൻ, കാരണം നമ്മൾ എത്രത്തോളം രസം വെക്കുന്നു എന്നുള്ളതനുസരിച്ച് വേണം നമ്മൾ പൊടി ചേർക്കാൻ. മഞ്ഞൾപ്പൊടി പോരാൻ തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്കൊരളവുണ്ടല്ലോ, ആ അളവിന് വേണം നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഇതുപോലെ ആവശ്യത്തിന് മുളക് പൊടി, ഒരുപാട് ഞാൻ ചേർക്കുന്നില്ല, കാരണം കുരുമുളക് പൊടിയും പച്ചമുളകും എല്ലാത്തിൻ്റെയും എരിവ് ഒരുപാടായി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി മുളക് പൊടി ചേർത്തിട്ട് നല്ലോണം ഈ പൊടികളുടെ രണ്ടിൻ്റെയും പച്ചമണം മാറി ചെറുതായിട്ടൊന്ന് കളറ് മാറി വരണം. കരിഞ്ഞു പോകുന്നു എന്ന് നമുക്ക് തോന്നും മൺചട്ടി ആയതുകൊണ്ട്, പക്ഷേ കരിഞ്ഞു പോകത്തില്ല. നല്ലോണം വഴറ്റാം നമുക്ക്. ഞാൻ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജീരകവും കുരുമുളകും കൂടെ വറുത്ത് പൊടിച്ച ആ ഒരു പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഈ സമയത്ത് വറുത്തതാണെങ്കിൽ കൂടി ഈ പൊടികളുടെ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും കൂടെ ഇട്ട് മൂപ്പിക്കുമ്പം അത് പ്രത്യേക ഒരു ടേസ്റ്റും ഒരു മണവും ഒക്കെ കിട്ടും. ഇനി നമ്മളിതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോവാണ് തക്കാളി. ഒരു നല്ല വലിപ്പമുള്ള പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തത്, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. ആ ഒരു തക്കാളി നീളത്തിൽ മുറിച്ച് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു സംശയം തോന്നും, ഇത് വേകുമോ എന്നുള്ളത്. നമ്മുടെ രസം തിളയ്ക്കുമ്പം ഇത് വെന്ത് നല്ലോണം തൊലിയൊക്കെ അടർന്ന് വന്നോളും. അപ്പോൾ നമുക്ക് നല്ലോണം വഴറ്റാം. തക്കാളി വെന്തുടഞ്ഞു പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പം നമ്മുടെ തക്കാളിയും ആ മിക്സെല്ലാം നല്ലോണം മൂത്ത് വഴന്ന് വന്നിട്ടുണ്ട്. എല്ലാ തക്കാളി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് പുളിവെള്ളത്തിൻ്റെ പകുതി വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം. പകുതി വെള്ളം ഞാനിപ്പം ഈ മിക്സിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ആ പുളിവെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തിള വരാൻ വേണ്ടിയിട്ട് അനുവദിക്കണം.
തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ തിള ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കണം. നേരത്തെ നമ്മൾ മാറ്റി വെച്ച ആ 1/2 ഗ്ലാസ് പുളിവെള്ളം കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ചേർത്ത് അതും നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു ചെറിയ ഗ്ലാസ് വെള്ളം മുഴുവനും ചേർത്തു. നമ്മൾ നോക്കി നോക്കി വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ, കാരണം പുളിയും ഉപ്പും എല്ലാം ബാലൻസ് ആവണം. അതുകൊണ്ട് നമ്മൾ നോക്കി വേണം വെള്ളം ചേർക്കാൻ. ഇനി ഞാൻ ഈ ഒരു വലിയ ഗ്ലാസ്സിന് ആ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കുക ഇതിൻ്റെ വെള്ളം മതിയോ, പുളിയും വെള്ളവും എല്ലാം ബാലൻസ് ആവണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നു. ഞാൻ പുളി പിഴിയാൻ നേരത്ത് ഉള്ള ആ പുളിക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉപ്പ് കുറവായതുകൊണ്ട് ഇനി നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് നമുക്കിനി ഇതിലേക്ക് രസപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് രസപ്പൊടി ചേർക്കുന്നത്. അങ്ങനെ ഞാൻ രസപ്പൊടി ചേർത്ത് വെക്കാറില്ല, പക്ഷേ രസപ്പൊടി ചേർത്ത് വെക്കുന്നതും ടേസ്റ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ രസത്തിന് വേണ്ട മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്, എന്നാലും നമ്മൾ രസപ്പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇനി ബാക്കി വറുത്ത് പൊരിച്ചിരിക്കുന്ന ജീരകവും കുരുമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചേ ചേർത്തിട്ടുള്ളായിരുന്നു, ബാക്കിയാണ് നമ്മളിപ്പോൾ ചേർത്തത്. ഫ്ലെയിം നമുക്കിനി കൂട്ടി വെച്ച് നല്ലോണം തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പം എല്ലാം കൂടെ മിക്സാവും. ഇനി നമ്മുടെ രസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. കായപ്പൊടിയിൽ ഒരു പിശുക്കും കാണിക്കരുത് ചേർക്കുന്നതിൽ, കാരണം ഈ രസത്തിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ചേർക്കുന്നത് കായപ്പൊടിയാണ്. അപ്പോൾ കായപ്പൊടിയും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ നല്ലോണം തിളയ്ക്കാൻ അനുവദിക്കണം. നല്ലോണം തിളയ്ക്കുമ്പം ഈ മിക്സ് എല്ലാം കൂടി യോജിച്ച് നല്ല രീതിയിൽ യോജിച്ച് ആ ഒരു രസത്തിൻ്റെ ടെക്സ്ചർ വരും. നമ്മൾ മൂടി വെച്ച് തിളപ്പിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ നമ്മുടെ രസം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ട് സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു രസം തന്നെയാണ്. എല്ലാവരും ഈ രസം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ രസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ രസം റെഡി. ബായ്.